മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാവരും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീഡിംഗ് ആർട്ടിസ്റ്റ് ആണ് മഞ്ജു വാര്യർ. എന്നാൽ മഞ്ജു വാര്യരെക്കാളും പക്വത ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സനൂപിനുണ്ട് എന്നാണ് റോജിൻ തോമസ് എന്ന ഡയറക്ടർ പറയുന്നത്. റോജിൻ തോമസ് ഈ പറഞ്ഞത് ജീവിതത്തിലുള്ള മഞ്ജു വാര്യരെ കുറിച്ചും സനൂപിനെ കുറിച്ചും അല്ല കേട്ടോ. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജോ ആൻഡ് ദി ബോയ് എന്ന ചിത്രത്തിലെ മഞ്ജു വാര്യരുടെയും സനൂപ് സന്തോഷിന്റെയും കഥാപാത്രത്തെ കുറിച്ചാണ്. മഞ്ജു അവതരിപ്പിക്കുന്ന ജോയേക്കാൾ പക്വത സനൂപ് എന്ന ബോയ്ക്കുണ്ട് എന്ന് മാത്രമേ റോജിൻ തോമസ് ഉദ്ദേശിച്ചുള്ളൂ. ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ റോജിൻ തോമസ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുകയാണ് ജോ ആൻഡ് ദി ബോയിലൂടെ. ജോ ആൻഡ് ദി ബോയ് എന്ന ഈ ഫിലിമിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കമ്പ്യൂട്ടർ ട്യൂട്ടറായാണ് മഞ്ജു വാര്യർ എത്തുന്നത്. ജോ എന്ന് വിളിക്കുന്ന ജോയൽ മേരി ജോൺ എന്ന കഥാപാത്രമായിട്ട്. കുട്ടികളുടെ മനസ്സിലുള്ള ജോ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിൽ കയറിക്കൂടിയ ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ആ യാത്രയിൽ യാദൃശികമായാണ് ജോ ക്രിസ് എന്ന പേരുള്ള ബോയിയെ കണ്ടുമുട്ടുന്നത്. സനൂപ് സന്തോഷാണ് ക്രിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കുട്ടിയാണെങ്കിലും ജോയെ പോലെ കുട്ടിത്തം നിറഞ്ഞ മനസ്സൊന്നുമല്ല ക്രിസിന്റേത്. നല്ല പക്വതയുള്ള കുട്ടിയാണ് ക്രിസ്. ക്രിസുമായുള്ള അടുപ്പം ജോയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് ജോ ആൻഡ് ദി ബോയ് എന്ന ഫിലിമിന്റെ കഥ. ഈ ഫിലിം ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ആലിസ് ജോർജ് ആണ് നിർമ്മിക്കുന്നത്. ജോ ആൻഡ് ദി ബോയ് ഈ ക്രിസ്മസ് ആഘോഷത്തിന് തിയേറ്റേഴ്സിലെത്തും. സനൂപിനെയും മഞ്ജു വാര്യറിനെയും കൂടാതെ ലാലു അലക്സ്, സുധീർ കരമന, സുനിൽ സുഗത തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നു. ഹോസ്റ്റലിനടുത്ത് നടക്കുന്ന ഒരു 3 ദിവസത്തെ കഥ.